എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഭരണകൂടവും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും അരിക് ജീവിതങ്ങളോട്, പ്രത്യേകിച്ചും പട്ടികവർഗത്തിൽപ്പെട്ട നമ്മുടെ കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതയുടെയും നിസ്സംഗതയുടെയും നേർചിത്രമാണ് പാലക്കാട് യാക്കര പുഴപ്പാലത്തിനടുത്തുള്ള കുറ്റിക്കാട്ടിൽ വലിച്ചെറിയപ്പെട്ട പട്ടികവർഗ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ. ആ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയാൽ ലഭിക്കേണ്ട ധനസഹായത്തിനായുള്ള അപേക്ഷകൾ ഒറ്റപ്പെട്ട സംഭവമായിട്ട് അതിനെ കാണാൻ കഴിയില്ല. അപ്പോൾ ഇത് നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായിട്ട് കാത്തിരിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളുടെ അപേക്ഷകളാണ്, ധനസഹായത്തിനുള്ള അപേക്ഷകളാണ് കുറ്റിക്കാട്ടിൽ വലിച്ചെറിയപ്പെട്ടിരിക്കുന്നത്. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയാൽ ലഭിക്കേണ്ട ധനസഹായത്തിനായുള്ള അപേക്ഷകൾ, അവയെ നമ്മൾ പുഴയോരത്ത് മാലിന്യം പോലെ വലിച്ചെറിഞ്ഞിരിക്കുന്നു. കണ്ടെടുക്കപ്പെട്ട അപേക്ഷകളിൽ 11 കുട്ടികളും സഹായത്തിന് അർഹരായിരുന്നു എന്നുകൂടി അറിയുമ്പോൾ നമ്മുടെ തല കുനിയണം. ഓരോ ഫയലിലും ഒരു ജീവിതമുണ്ടെങ്കിൽ ഓരോ അപേക്ഷയിലും ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നങ്ങൾ കുറ്റിക്കാട്ടിൽ വലിച്ചെറിയപ്പെട്ടതിലൂടെ നമ്മൾ വലിച്ചെറിയുന്നത് ഈ നാടിൻ്റെ ഭാവിയാണ്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം നടന്നത്. പറമ്പിക്കുളത്തെ കുരിയാർകുറ്റി കടവ്, എർത്ത് ഡാം, മുതലമട, ചെമ്മണാമ്പതി, മംഗലം ഡാം തുടങ്ങിയ ഗോത്ര മേഖലകൾ, അവിടെ നിന്നുള്ള കുട്ടികളുടെ അപേക്ഷകളാണ് ഈ കഴിഞ്ഞ ദിവസം വലിച്ചെറിഞ്ഞത്. ഊരുകളിൽ ST പ്രൊമോട്ടർമാർ വഴി ശേഖരിച്ച അപേക്ഷകളൊക്കെ കൊല്ലങ്കോട് ഓഫീസിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് ജില്ലാ ഓഫീസിലേക്ക് കൈമാറേണ്ട സുപ്രധാനപ്പെട്ട രേഖകൾ ആരോ എടുത്ത് യാക്കര പുഴപ്പാലത്തിനടുത്ത് കുറ്റിക്കാട്ടിൽ തള്ളി. ആരാണത് കണ്ടെത്തിയത്? അത് KSEB ജീവനക്കാരാണ്. അവർ കാട് വെട്ടുന്നതിനിടയിൽ കണ്ട അപേക്ഷകൾ തിരിച്ചെടുത്ത് രക്ഷിതാക്കളെ ഏൽപ്പിച്ചു. രക്ഷിതാക്കൾ അത് ജില്ലാ കളക്ടർക്ക് കൈമാറി. അവിടെ നടന്ന പരിശോധനയിലാണ് 13 അപേക്ഷകളിൽ 11 പേരും അർഹരാണ് എന്ന് തെളിഞ്ഞത്. എത്ര ഭീകരമാണ് ഈ അനാസ്ഥ! അർഹതപ്പെട്ട സഹായം സമയത്ത് ലഭിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടികളുടെ തുടർ പഠനത്തിന് എത്രത്തോളം അത് സഹായകമാകുമായിരുന്നു. ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറായിരുന്ന ഒരാൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള നടപടി മാത്രം. എന്നാൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ഒരു ഉദ്യോഗസ്ഥനിൽ ഒതുങ്ങുന്ന പ്രശ്നമല്ല. ഇതൊരു വ്യവസ്ഥയുടെ പരാജയമായിട്ട് നമുക്ക് പറയേണ്ടി വരും. ഈ സംഭവം കേരളം ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. പട്ടികവർഗ, പട്ടികജാതി വിഭാഗങ്ങളോടുള്ള ഉദ്യോഗസ്ഥ തലത്തിലെ അനാസ്ഥ എന്ന് പറയുന്നത് ഒരു തുടർക്കഥയാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ CAG-യുടെ റിപ്പോർട്ടാണ്. 2017-22 കാലഘട്ടത്തിൽ പട്ടികക്ഷേമ വകുപ്പ് പ്രീ മെട്രിക് പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ കൃത്യമായിട്ടുള്ള സർവേയോ പഠനമോ നടത്തിയിട്ടില്ല എന്ന് CAG കണ്ടെത്തി. അതിൻ്റെ ഫലം എന്തായിരുന്നു? ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് അർഹമായിട്ടുള്ള സ്കോളർഷിപ്പുകൾ നഷ്ടമായി. 2017-18 കാലഘട്ടത്തിൽ എൻറോൾ ചെയ്തവരിൽ 10% പട്ടികജാതിക്കാർക്കും 2020-21 എൻറോൾ ചെയ്തവരിൽ 12% പട്ടികജാതിക്കാർക്കും പ്രതിവർഷം 4 മുതൽ 20% വരെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് നഷ്ടപ്പെട്ടു. സ്കോളർഷിപ്പിൻ്റെ തുക കുറച്ചു, സ്വർണ്ണ മെഡൽ വിതരണം നിർത്തി. ഇതൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 2014 മുതൽ നൽകിയിരുന്ന 4 ഗ്രാമിൻ്റെ സ്വർണ്ണ മെഡൽ 2018-19 3 ഗ്രാമാക്കി ചുരുക്കി. പിന്നീട് അതിൻ്റെ വിതരണം തന്നെ മുടങ്ങുന്ന അവസ്ഥയായി. ഇത് പണത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, മനോഭാവത്തിൻ്റെ കൂടി പ്രശ്നമാണ്. പട്ടികവർഗ മേഖലയിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വിപ്ലവമാണ്. ഒരു കുട്ടി മികച്ച വിജയം നേടുമ്പോൾ ആ ഊരിന് മുഴുവൻ ലഭിക്കുന്ന പ്രചോദനവുമാണത്. ആ കുട്ടിയെ ആദരിക്കുന്നത് ആ സമൂഹത്തെ ആദരിക്കുന്നതിനും തുല്യമാണ്. ആ ആദരം നമ്മൾ നിഷേധിക്കുമ്പോൾ അവരുടെ ആത്മവിശ്വാസം കൂടി തകർക്കുകയാണ്. ഇവിടെ നമ്മൾ കുറച്ചുകൂടി ചരിത്രപരമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ 46 വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഭരണകൂടം പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന്, പ്രത്യേകിച്ച് പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളുടെ കാര്യത്തിലൊക്കെ. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും പാലക്കാട് പോലുള്ള ജില്ലകളിൽ ഗോത്രവർഗ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പല ഘട്ടങ്ങളിലും പരാജയപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം മാത്രമല്ല, പട്ടികവർഗ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ വേറെയുണ്ട്. ഗതാഗത പ്രശ്നമുണ്ട്, ഊരുകളിൽ നിന്ന് വിദ്യാലയങ്ങളിലേക്കുള്ള ദൂരം പ്രശ്നമാണ്, ഹോസ്റ്റൽ സൗകര്യക്കുറവുണ്ട്, മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്ന ഹോസ്റ്റലുകളുടെ അഭാവമുണ്ട്, ഉദ്യോഗസ്ഥ തലത്തിലെ അവഗണനയുണ്ട്. ഇന്ന് നമ്മൾ കണ്ട ഈ അപേക്ഷ വലിച്ചെറിയൽ അതിൻ്റെ ഒരു പാരമ്യമായിട്ട് നമുക്ക് കരുതേണ്ടി വരും. ഇപ്പോൾ മറ്റൊരു കാര്യം, അവരുടെ വിദ്യാഭ്യാസ പദ്ധതികളിൽ പോലും അവരുടെ തനത് അറിവുകൾക്കൊരു സ്ഥാനം കൊടുക്കുന്നില്ല. അട്ടപ്പാടിയിലെയും വയനാട്ടിലെയും ഒക്കെ പോഷകാഹാരക്കുറവും ശിശുമരണ നിരക്കും പോലുള്ള ദുരന്തങ്ങൾ മറുഭാഗത്തുണ്ട്. ആരോഗ്യരംഗം പോലെ തന്നെ വിദ്യാഭ്യാസ രംഗവും ആ ജനവിഭാഗത്തിന് അപ്രാപ്യമാവുന്നൊരവസ്ഥ വരുന്നു. അവർ വീണ്ടും ഒറ്റപ്പെടുന്നു. നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഈ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഭരണഘടന വിഭാവനം ചെയ്ത സംവരണങ്ങളുണ്ട്, മറ്റ് ആനുകൂല്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം കൃത്യമായിട്ട് നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ഇനി ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥതല അനാസ്ഥകൾ കാരണം അതിൻ്റെ ലക്ഷ്യം വഴിമാറിപ്പോവുകയാണോ എന്നുള്ള ചോദ്യവും നമ്മുടെ മുന്നിൽ വരുന്നു. അപ്പോൾ ഈ അനാസ്ഥകൾ ഒരു തരം സ്ഥാപനവൽകൃതമായിട്ടുള്ള ക്രൂരതായി മാറുന്നില്ലേ എന്നുള്ള ചോദ്യവും നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഈ വിഷയത്തിൽ നമുക്ക് വേണ്ടത് വെറും ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ട് അവസാനിപ്പിക്കലല്ല, സിസ്റ്റത്തിൻ്റെ രോഗം കണ്ടെത്തിയിട്ട് ചികിത്സിക്കണം. നമുക്ക് വേണ്ടത് ഒരു 3 തരത്തിലുള്ള മാറ്റമാണ്.
അതായത് പട്ടികവർഗ ക്ഷേമ ഓഫീസുകളിലെ ഫയലുകളുടെ തത്സമയ നിരീക്ഷണം നടത്താൻ കഴിയണം. ഓരോ അപേക്ഷയും ഏത് ഘട്ടത്തിലാണ് എന്നറിയാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ സംവിധാനം ഉണ്ടാവണം. അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു കാരണവശാലും ദാക്ഷിണ്യം കാണിക്കാത്ത ശക്തമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാവണം. പട്ടികവർഗ മേഖലയ്ക്കുള്ള ഫണ്ടുകൾ കൃത്യമായിട്ട് വിനിയോഗിക്കുന്നുണ്ടോ എന്ന് രാഷ്ട്രീയ തലത്തിൽ അന്വേഷിക്കണം, ഉറപ്പാക്കണം. ഫണ്ട് ലാപ്സ് ആവുന്ന സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. ഈ വിഷയങ്ങൾ എന്ന് പറയുന്നത് കേവലം ഒരു വോട്ട് ബാങ്ക് വിഷയം എന്നതിലുപരി മാനുഷികമായിട്ടുള്ള വിഷയമായിട്ട് കാണും. ST പ്രൊമോട്ടർമാരടക്കമുള്ള ജീവനക്കാർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം നൽകുകയും അവരുടെ വേതനം മെച്ചപ്പെടുത്തുകയും വേണം. നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം ഉറപ്പുവരുത്താൻ പൊതുസമൂഹവും ശ്രദ്ധിക്കണം. ഈ വിഷയങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ മാധ്യമങ്ങൾ പൊതുവെ കൂടുതലായിട്ടുള്ള ജാഗ്രത പുലർത്തണം. പ്രത്യേകിച്ചും വിവാദ വിഷയങ്ങൾ മാത്രം ഊന്നുമ്പോൾ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഈ പറയുന്ന അപേക്ഷകൾ കുറ്റിക്കാട്ടിൽ വലിച്ചെറിഞ്ഞത് ഒരു വാർത്തയെ അല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പൊതുബോധം മാധ്യമങ്ങളിലേക്ക് കൂടി ബാധിച്ചിട്ടുണ്ടാവണം. ഒരു കുട്ടിയുടെ അപേക്ഷ നഷ്ടപ്പെട്ടാൽ അത് ഉടൻ ശ്രദ്ധയിൽപ്പെടാനായിട്ട് അപേക്ഷാ ട്രാക്കിംഗ് സിസ്റ്റം പോലുള്ള സംവിധാനങ്ങൾ ഇന്നൊരു വലിയ കാര്യമേ അല്ല. അത് നടപ്പിലാക്കാൻ സർക്കാരിന് ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതിനുള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും ആ കുട്ടികളോട് കടപ്പാടുള്ള ഒരു മനോഭാവവുമാണ് നമ്മൾക്ക് വേണ്ടത്. പാലക്കാട്ടെ കുറ്റിക്കാട്ടിൽ കണ്ടെത്തിയത് വെറും കടലാസ് തുണ്ടുകളല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് കേരളം എന്ന് പറയുന്ന നവോത്ഥാന സമൂഹത്തിൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക്, ഒരു ഭരണകൂടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും ഈ കുട്ടികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ അവകാശമാണ്, അതൊരു ദാനമല്ല. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് SSLCക്കും +2വിനും ഉന്നതമായിട്ടുള്ള വിജയം നേടുമ്പോൾ അത് അവരുടെ മാത്രം വിജയമായിട്ടല്ല, ഈ നാടിൻ്റെ വിജയമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ആ വിജയത്തെയാണ് നമ്മൾ ഈ അപേക്ഷകൾക്കൊപ്പം വലിച്ചെറിഞ്ഞത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ നിമിഷം മുതൽ ഈ വിഷയത്തിൽ ഒരു തുടർച്ചയുണ്ടാകണം. ഈ 11 കുട്ടികൾക്ക് ധനസഹായം കിട്ടണം. ഉത്തരവാദികൾക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്നറിയണം. വ്യവസ്ഥ മാറേണ്ടതുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. ഭരണാധികാരികളെ, ഉദ്യോഗസ്ഥരെ ഒക്കെ ഈ കാഴ്ച അവരുടെ ഒരു ആത്മപരിശോധനയിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് എത്തിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ദുർബലമായ വിഭാഗത്തോട് ഈ ക്രൂരത കാണിക്കരുത്. അവരെ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. അവരുടെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ കൈകോർക്കേണ്ടതുമുണ്ട്.